എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാ. ഇങ്ങനെ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വടക്കേത്തറയിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി ഡാം. ആ ചീരക്കുഴി ഡാമിലേക്ക് നമുക്ക് ഇന്ന് യാത്ര തിരിക്കാം. അതിമനോഹരമാട്ടോ തൃശ്ശൂർ പാലക്കാട് ബോർഡർ എന്ന് പറയുന്ന ഈ സ്ഥലം. നല്ല പച്ചപ്പ്, ഈ പറഞ്ഞ പോലെ മഴക്കാലം തുടങ്ങിയത് കൊണ്ടാകാം എല്ലാം പച്ചപ്പ്, പഴയ പോലെ തന്നെ വേനൽക്കാലത്തിന് എൻഡിങ് ആയതുകൊണ്ടും ആകാം പച്ചപ്പ് അതേപടിയുണ്ട്. നല്ല ഭംഗി, കുറേ എന്താ പറയുക പാടങ്ങളും അതിലൂടെ ഇടയിൽ കുറേ തരിശു ഭൂമികളും എല്ലാം നിൽക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പുഴയുടെ തീരം. ഞങ്ങൾ അങ്ങനെ ആ ചീരക്കുഴി ഡാമിന്റെ അടുത്തേക്ക് എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിയപ്പോൾ എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. കാരണം അത് ഫ്രണ്ടിൽ തന്നെ അത് കുറെയൊക്കെ പൊളിഞ്ഞു കിടക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചു. ക്യാമറ കുഞ്ഞുമാണ് കേട്ടോ ഈ പ്രാവശ്യം കൊണ്ടു നടക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നതും എല്ലാം. അങ്ങനെ കുഞ്ഞുവിന്റെ പുറകെ ഞാനും നടന്നു. അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചീരക്കുഴി ഡാമിലാണ്. ചീരക്കുഴി ഡാമിൽ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ താലൂക്കിൽ വരുന്ന ചീരക്കുഴി ഡാം. ചീരക്കുഴി ജലസേചന പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച തടയണയാണിത്. കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞൻ ഡാമാണ്. നമുക്ക് ഇതൊന്ന് കാണാം. കൂടുതലും നല്ല എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ നാച്ചുറലി ഉണ്ടായിരുന്ന ഗംഭീര പാറ പൊട്ടിച്ചിട്ടായിരിക്കണം ഈ കുഞ്ഞൻ ഡാം പണിതേക്കണത്. ഈ ഭാരതപ്പുഴയുടെ കൈവഴിയിലാണ് കേട്ടോ ഇത്. അതിമനോഹരമാണ് ഈ ഡാം കാണാൻ വേണ്ടി. ഇതിന്റെ ഒരു ഷട്ടർ മാത്രമേ നിലവിൽ തുറന്നിട്ടുള്ളൂ, വേനൽക്കാലം ആയതുകൊണ്ടാകാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എല്ലാ ഷട്ടറും തുറന്നു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഡാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ടോ ഈ നദിയിൽ വെള്ളം കുറവാണ്, പാറയെല്ലാം തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ പാറ പൊട്ടിച്ചിട്ടാണ് ഡാം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു വമ്പൻ ആൽമരം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വലിയ വമ്പൻ ആൽമരം. എനിക്കൊന്നും വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ടാണോ, 2018 വെള്ളപ്പൊക്കമാണോ അതിന് ശേഷമുള്ള വലിയ വെള്ളപ്പൊക്കത്തിലാണോ ഇവിടുത്തെ ഈ ഡാമിൻ്റെ അടിയിലെ തടയണകളൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങാൻ പാടില്ലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർ ആരും വെള്ളത്തിൽ ഇറങ്ങരുത്. അവരങ്ങനെ പതുക്കെ വെള്ളത്തിന്റെ സൈഡിലൊക്കെ ഇറങ്ങി കുളിച്ച് സന്തോഷിച്ചു. പക്ഷെ വെള്ളം അത്ര നല്ല വെള്ളമല്ല. അപ്പം ഞാൻ പറഞ്ഞു വാട നമുക്ക് കയറാം. കാരണം വെള്ളം അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാകാം ഒരു സുഖമായിട്ട് തോന്നിയില്ല എനിക്ക്. ഇതേ നോക്കിയേ, വെള്ളം മുകളിൽ നിന്ന് വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എത്ര ഈ ഷട്ടർ തുറന്നിട്ടേക്കണത് കാണാൻ വേണ്ടി. വെള്ളത്തിന് അധികം ആഴമൊന്നുമില്ല കേട്ടോ, ഒട്ടുമില്ല. ഞാൻ അറ്റമ്പുരം നടന്നു നോക്കി. അത്ര ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ കുട്ടികളെ അവിടെ വെള്ളത്തിൽ ഇറക്കിയത്. അവരവിടെ തുള്ളി കളിച്ച് ചാടി കളിച്ച് കുളിച്ച്. അപ്പോഴേക്കും തന്നെ ഞാൻ പറഞ്ഞു പോവാം, കാരണം അടുത്ത സ്പോട്ടിൽ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അതിലൂടെ നടന്ന് ഇങ്ങനെ അപ്പുറത്ത് കൂടി വേറൊരു വ്യൂ ആണെന്ന് തോന്നുന്നു.
ഇതിൻ്റെ കുറേ വീലുകൾ ഇവിടെ കൊണ്ട് ജനറേറ്ററിൻ്റെ എന്ന് തോന്നുന്നു. അവിടെ കാമാൻ ക്വൈറ്റ് സ്ഥലമാണ് കേട്ടോ. അല്ല ഞാനീ പറഞ്ഞത് ഈ ആൽമരോ എനിക്കൊരു മഴക്കാലത്ത് ഇതൊക്കെ കുത്തി ഒലിച്ച് ഈ സാധനം ഒഴുകണതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വേനൽക്കാലം വീണ്ടും വെള്ളം കുറവാണ്, അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ സേഫാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ചെറിയ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിക്കണം. ഇതിവിടെ ഉദ്ഘാടനം ചെയ്ത് വെച്ചപ്പോഴുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചീരക്കുഴി ഇറിഗേഷൻ പ്രൊജക്റ്റിന് വേണ്ടി ശ്രീ VR കൃഷ്ണ അയ്യറാണ്, മിനിസ്റ്റർ ഓഫ് ലോ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ഒക്ടോബർ 1, 1857 ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. അന്നത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇറിഗേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒന്ന് വീണാനെ ഭാഗ്യം. വീണാനെന്ന് വെച്ചാൽ ഇത് അടിയിൽ കംപ്ലീറ്റ് ഇത് പോയി കിടക്കണേ. അതേ ശ്രദ്ധിച്ചേ, കണ്ട. എനിക്കൊണ്ട് ഇതിലൂടെ വെള്ളം കുത്തി ഒഴുകിയിട്ടുണ്ടാകുമായിരിക്കാം അങ്ങോട്ടേക്ക്. ഡയറക്ഷൻ മാറി ഒഴുകിയിട്ടുണ്ട്. ആ ഏരിയയിലെ റോഡൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും കിച്ചും താത്തയും കൂടി വണ്ടിക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ച് പുറപ്പെടുന്ന വഴി തന്നെ അവിടെ ചീരക്കുഴി ബ്രിഡ്ജ് ഉണ്ട്, അതൊന്ന് കവർ ചെയ്യണം. അതിൽ ഞാൻ പലപ്പോഴായിട്ട് അതിൽ വന്നപ്പോൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ആ ബ്രിഡ്ജിലൊന്ന് കയറണം. ആ ബ്രിഡ്ജിനെ കുറിച്ചും നമുക്ക് കുറച്ച് കണ്ടന്റുകൾ, കഥകൾ നിങ്ങളോട് പറയണം. അങ്ങനെ ഞാൻ കുഞ്ഞുവിനെ പുറകിലിരുത്തി കുഞ്ഞു ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ച് മുന്നോട്ട് നീങ്ങി. ഈ നിൽക്കുന്ന ആളെ പരിചയപ്പെട്ടിട്ടോ. പുള്ളിയാണ് ഇവിടെ ആടിനെയൊക്കെ, എനിക്ക് ആട് മേയ്ക്കുന്ന കുറച്ച് ആടുകളുണ്ട് പുള്ളിയുടെ തൊഴിൽ അതാണ്. ഇവിടെ അതേപോലെ ഒരുപാട് ഈ ആടിനെ മേയ്ക്കുന്ന തൊഴിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഈ ആടിനെ വിറ്റും നല്ലൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. തമിഴ്നാട്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണത്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ മേയാൻ വിടുന്ന ആടുകളും കുറച്ച് ആടുകളെ കൊണ്ട് ഇയാളൊക്കെ ഒന്ന് പരിചയം. നല്ല എന്താ പറയാ, നല്ല മനുഷ്യരാണ്. അങ്ങനെ ചീരക്കുഴി ഡാമിന്റെ ബ്രിഡ്ജിലേക്ക് നടന്നു. പഴയ ബ്രിഡ്ജാണ് കേട്ടോ. പഴയ വെച്ചാൽ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ ബ്രിഡ്ജാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചീരക്കുഴി പഴയ പാലത്തിലാണ്. ഈ പാലത്തിൽ ഇപ്പോൾ നിലവിൽ ഗതാഗതം നിർത്തിയേക്കുക. കാരണം വെച്ചാൽ വെള്ളപ്പൊക്കത്തിലാണോന്നാവോ കാലപ്പഴക്കം കൊണ്ടാണോന്നാവോ ഈ ബ്രിഡ്ജ് ഡാമേജ് ആയിട്ട് കുറച്ച് നാളായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പുതിയ പാലം വന്നിട്ടുണ്ട്. ഈ പാലം നോക്കട്ടോ, എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തേക്കണേണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഇരുമ്പ് കൊണ്ട് നല്ല ഭംഗിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ടൂറിസം വകുപ്പിന് നമ്മുടെ എനിക്കൊരു മലപ്പുറത്ത് എവിടെയൊക്കെ ചെയ്തതുപോലെ ഈ പാലവും ഒരു ഹെറിറ്റേജ് പോലെ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെ റെനോവേറ്റ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ സ്പേസ് ആണ് കേട്ടോ. വളരെ ഭംഗിയുള്ള സ്പേസ്. നമ്മുടെ കേരളത്തിൽ ഈ ആളുകൾക്ക് എന്താ പറയുക, ഈ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്യേണ്ട ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഒന്നാണിത്. ഇതും ചീരക്കുഴി ഡാം ഇതൊക്കെ ആളുകൾക്ക് അധികം ആൾക്കാർക്ക് അറിയാൻ പാടില്ല. ഈ ചീരക്കുഴി ഈ പാലത്തിനെ പറയുന്ന രാമവർമ്മ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. രാമവർമ്മ ബ്രിഡ്ജ് ഉണ്ട്, ഓപ്പൺ ബൈ റാവ് ബഹാദൂർ TS നാരായണ അയ്യർ MA BL. പുള്ളിയാണ് ഇത് അന്നത്തെ കാലത്ത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ദിവാൻ ഓഫ് കൊച്ചിൻ എന്ന് വെച്ചാൽ 1927 കേട്ടോ. ദിവാൻ ഓഫ് കൊച്ചിൻ എന്ന് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു
ഏകദേശം നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ മുന്നേ ഉള്ള ബ്രിഡ്ജാണ്, അത്രത്തോളം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. റായ് ബഹാദൂർ കെ കൃഷ്ണൻ നായർ BABCE, ചീഫ് VK അരവിന്ദാക്ഷൻ മേനോൻ, അസോസിയേറ്റഡ് വിത്ത് എഞ്ചിനീയേഴ്സ് MD നാരായണ അയ്യർ. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുന്നേ 1927 മെയ്ഡ് ബൈ അയ്യപ്പൻ മെയ്ഡ് ബൈ അയ്യപ്പൻ ഫോണറി തൃശ്ശൂരിന്ന് അതിൻ്റെ അടിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നമുക്ക് ചകഞ്ഞ് നോക്കണം, എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് അറിയാൻ പാടില്ല, നോക്കിയറിയാൻ. എനിക്ക് തോന്നുന്നു അതായിരിക്കാം എഞ്ചിനീയർ, അല്ലെങ്കിൽ അതായിരിക്കാം കൺസ്ട്രക്ഷൻ കമ്പനി അന്നത്തെ ഉണ്ടായിരുന്ന. ഇരുമ്പ് കൊണ്ട് നമ്മുടെ എറണാകുളത്ത് ഇതിനെ സാമ്യമായിട്ട് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് പോകുന്ന ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജിന് സാമ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇരുമ്പ് കൊണ്ടാണല്ലോ ചെയ്തത്. 1927 ഓഫ് കോഴ്സ് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതേക്കണ പാലം തന്നെയാണ് ഇത്. ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം എന്താ പറയുക നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പാലമാണ് എന്ന്. ഓക്കെ, ഇതിന്റെ കൈവഴിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ നമ്മൾ നേരത്തെ കണ്ട ചീരക്കുഴി ഡാം കാണാൻ പറ്റും. കണ്ടോ? MD നാരായണ അയ്യർ കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അധികം കൊട്ടിഘോഷിച്ച് പരാമർശിക്കപ്പെടാതെ പോയ ഒരു എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പല റോഡുകളും പല ബ്രിഡ്ജുകളും ചീരക്കുഴി ഡാം ഇതെല്ലാം എഞ്ചിനീയറിംഗ് വഹിച്ച ഒരു മഹത്തായ വ്യക്തി. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർമാരിൽ ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം. ആ അപ്പൊ സംസാരിക്കോ? അപ്പൊ നീ ആർത്തി സംസാരിക്കില്ലെന്ന് പറഞ്ഞു. എന്താണ് പേരെന്താണ്? അരിൻ. അരിൻ ചിപ്സ് ഒക്കെ മേടിച്ച് തിന്നണല്ല. എടാ അതിന് കാണാൻ പറ്റില്ല, ഇങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ തന്നെ ടിവിയില്. ഇങ്ങനെ നല്ല ടിവിയില് കാണുള്ളു. ഇതാണ് അരിൻ, നല്ല സുന്ദരനാണ്. അരിൻ നല്ല സുന്ദരനാണ്. എന്റെ വീട് എവിടെ? ഇവിടെ വെറുതെ നടക്കാൻ വന്നേ. ഓക്കെ.